എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാലത്ത് ചാലക്കുടിയാറിന് മേലെയുള്ള റെയിൽവേ പാലത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിക്കുന്ന മറ്റു വിവരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആദ്യമേ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് നാദാപുരം സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നയാൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നത്, നാദാപുരത്തു നിന്നുള്ള രാജേഷ് എന്നയാൾ സ്വർണം വാങ്ങിക്കുന്നതിന് വേണ്ടി, സ്വർണ്ണ ഇടപാടാണ്, സ്വർണം വാങ്ങിക്കുന്നതിന് വേണ്ടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയായിരുന്നു. ഇദ്ദേഹത്തിന് സ്വർണം തരാമെന്ന് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും സ്വർണം തരാമെന്ന്, ഈ സ്വർണം കൊടുക്കാമെന്ന് പറയുന്ന ഒരു 4 അന്യസംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ച് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനമാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ കൈമാറ്റം നടത്താം എന്നുള്ള ഒരു കാര്യം പറഞ്ഞതും അതിനെ തുടർന്ന് ചാലക്കുടി സ്റ്റേഷനിലെത്തിയ ഈ നാദാപുരം സ്വദേശിയായിട്ട് രാജേഷിന് ഈ 4 അന്യസംസ്ഥാന തൊഴിലാളികൾ സ്വർണം കൈമാറി കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ ഈ സ്വർണ്ണം ഉരച്ചു നോക്കുന്നതിനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി. ഇത് ഉരച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വർണം എടുത്തപ്പോഴേക്കും ഈ കൈമാറിയ അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ തിടുക്കത്തിൽ അവിടെ നിന്ന് പോവുകയും പിന്നീട് ഇത് ഉരച്ചു നോക്കുമ്പോൾ ഇത് വ്യാജ സ്വർണ്ണമാണെന്ന് മനസ്സിലാവുക. ഏകദേശം 4 ലക്ഷം രൂപയോളമാണ് ഈ നാദാപുരം സ്വദേശിയായിട്ട് രാജേഷ് കൊടുത്തിട്ടുള്ളത്. അവർ ഈ സ്വർണം കൈമാറിയ ഈ 4 അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ നിന്നും വളരെ പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ഈ പറയുന്ന രാജേഷ്, നാദാപുരം സ്വദേശിയായിട്ടുള്ള രാജേഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചത്. ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞ ഈ അപകടം നടന്ന ആ സമയവും ഏകദേശം ഈ സമയം തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ സാധിച്ചു. പക്ഷെ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, ഇനി അവരാണോ ഈ പറയുന്ന സ്വർണ്ണ കൈമാറ്റം നടത്തിയ ആളുകളാണോ ഈ അപകടത്തിൽ പെട്ടതെന്നൊന്നും യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല, ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നാദാപുരം സ്വദേശിയുടെ രാജേഷ് എന്നയാൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പണികളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ CCTV ക്യാമറ ഒക്കെ ഉള്ള സംഗതികൾ ഇപ്പോൾ വെച്ചു വരുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത്തരം സംവിധാനങ്ങളുണ്ടെങ്കിൽ ഇവരൊക്കെ ശരിക്കും അറിയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അത് വെക്കാനായിട്ടുള്ളൊരു ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല ഭാഗങ്ങളിലും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു താവളമായിട്ട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെ കാണുന്നവരുമുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പെട്രോളിംഗ് വളരെ ശക്തമാക്കി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവവാസങ്ങൾ, അതായത് സാമൂഹ്യ വിരുദ്ധപരമായ ഇടപെടലുകളോ അസന്മാർഗിക പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും ചാലക്കുടി റെയിൽ പാലത്തിന്മേലുണ്ടായ അപകടത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല. പക്ഷേ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് നാദാപുരം സ്വദേശിയായിട്ടുള്ള രാജേഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്.